നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെയിലേക്ക് സ്വാഗതം. മെസ്സി 17ാമത്തെ മിനിറ്റിൽ അൾജീരിയ വേഴ്സസ് അർജന്റീന മത്സരത്തിൽ വല കുലുക്കുന്നു. മെസ്സി അതിന് മുമ്പ് ഒരു അവസരം ഉണ്ടായിരുന്നു, പക്ഷേ ഓഫ് സൈഡായിട്ട് മാറി. അൾജീരിയൻ തിരിച്ചടിച്ചു, പക്ഷെ അതും ഓഫ് സൈഡായി മാറി. അങ്ങനെ ആദ്യത്തെ ലീഗൽ ഗോള് മെസ്സിയുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ സ്കോർ ചെയ്യുന്നു. വൈ ഹി ഈസ് ദ ഗോട്ട് വിത്ത് ഗോൾ എന്ന് സൂചിപ്പിക്കുന്നു മെസ്സി. അവിടെ അർജന്റീന ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവേശം ഉണ്ടാക്കുന്ന മത്സരം. മെസ്സി അല്ലാതെ മറ്റാര് വല കുലുക്കണം എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. മത്സരം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഗോളും കണ്ടിട്ടാണ് നേരെ സ്റ്റുഡിയോയിലേക്ക് വരുന്നത്. രണ്ടാമത്തെ കാര്യം, ഫ്രാൻസ് വേഴ്സസ് സെനഗൽ മത്സരം 3-1 ഫ്രാൻസ് ജയിക്കുന്നു. എംപാപ്പയുടെ ബ്രേസ്, അതോടുകൂടി ഫ്രാൻസ് നാഷണൽ ടീമിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരം ഒലിവർ ജിറൂഡിന്റെ റെക്കോർഡ് തകർത്തുകൊണ്ട് എംപാപ്പെ 2017 അരങ്ങേറ്റം കുറിച്ച എംപാപ്പെ ഇത് ഫ്രാൻസിന്റെ ടോപ്പ് സ്കോററായിട്ട് മാറുന്നു. ഒരുപാട് റെക്കോർഡുകളും എംപാപ്പയുടെ പേരിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്യുന്നു ആ 2 ഗോളോടുകൂടി. അങ്ങനെ അർജന്റീന മത്സരം വരുന്നു, നാളെ ഇംഗ്ലണ്ടിന്റെ മത്സരം വരുന്നു. അങ്ങനെ അർജന്റീന മത്സരം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ആവേശത്തോടു കൂടിയാണ് മത്സരം നടക്കുന്നത്. 2 പ്രധാനപ്പെട്ട ഹാപ്പനിങ്സ് ഇന്ന് നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, വീണ ടി ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നു എന്നുള്ളതാണ്. നേരത്തെ ഇഡി സമൻസ് അയച്ചിരുന്നതാണ്, പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹാജരാകാൻ കഴിഞ്ഞില്ല വീണയ്ക്ക്. വീണ ഇത്തവണ ഹാജരാകും, രാവിലെ 10 മണിയോടുകൂടി എത്തും. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച, 16 മാസങ്ങൾക്ക് ശേഷം നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇന്ന് നടക്കാൻ പോകുന്നു. താരിഫ് മുതൽ യുദ്ധം വരെ ചർച്ചയാകാൻ പോകുന്ന കൂടിക്കാഴ്ച. ഇന്നലെ ഇവർ തമ്മിൽ ഒരു 20 സെക്കൻഡ് ഹാൻഡ് ഷേക്ക് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കെട്ടിപ്പിടുത്തമില്ലായിരുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അങ്ങനെ അതും സംഭവിക്കുന്നു. പ്രധാനപ്പെട്ട പല കാര്യങ്ങളൊന്നും സംഭവിക്കുന്നുണ്ട്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാർ അൾജീരിയക്കെതിരെ ലയണൽ മെസ്സിയുടെ ഗോളിൽ അർജന്റീന 1-0 മുന്നിൽ. 6 ലോകകപ്പിൽ കളിക്കുന്ന ആദ്യ താരമായി അർജന്റീന നായകൻ. സെനഗലിനെ 3-1 തകർത്ത് ഫ്രാൻസ്. എംപാപ്പയ്ക്ക് ബ്രേസ്. മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകും. രാവിലെ 10:30 കൊച്ചി ഓഫീസിലെത്താൻ നിർദ്ദേശം. 10 വർഷത്തെ ആസ്തി വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഹാജരാക്കണം. ഹാജരാകാൻ 2 ആഴ്ച സാവകാശം വേണമെന്ന ആവശ്യം തള്ളി. CMR-ൽ ശശിധരൻ കർത്തയുടെയും കുടുംബത്തിന്റെയും ചോദ്യം ചെയ്യൽ പൂർത്തിയായി. PM ശ്രീ ഇന്നത്തെ മന്ത്രിസഭയിൽ ചർച്ചയായേക്കും. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ റിപ്പോർട്ട് പരിഗണിക്ക് വരും. പ്രിയദർശിനി പദ്ധതിയും വിലയിരുത്തും. നാളെ VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ്. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ DYFI നേതാവ് ജിതിൻ ഭാസ്കറിനെ കസ്റ്റഡിയിൽ വാങ്ങും. പോലീസ് ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. ജിതിൻ ഭാസ്കർ ജാമ്യാപേക്ഷയും നൽകിയേക്കും. അന്വേഷണം ഉന്നത നേതാക്കളിലേക്ക്. പാലായിലെ പരിഹാര ശ്രമങ്ങൾക്കിടെ പ്രതിസന്ധിയായി ഹൈക്കോടതിയുടെ ഉത്തരവ്. കൊട്ടാരമറ്റം സ്റ്റാൻഡിലെ പുതിയ ഓട്ടോ സ്റ്റാൻഡ് നിർത്തലാക്കണം. നഗരസഭാനുമതിയില്ലാതെ സ്റ്റാൻഡ് തുറന്നത്. ഇപ്പോൾ കലാപക്കൊടി ഉയർത്തിയിട്ടുള്ള കൗൺസിലർ ബിജു മാത്യൂസ്. പ്രശ്നപരിഹാരത്തിനെടുത്ത ഉപാധികളിലൊന്ന് സ്റ്റാൻഡ് നിലനിർത്തൽ. ഹൈക്കോടതി ഉത്തരവോടെ പാലായിലെ പോര് കടുക്കും. കോഴിക്കോട് വീണ്ടും മലേറിയ സ്ഥിരീകരിച്ചു. ഒളവെണ്ണ സ്വദേശിക്കാണ് മലേറിയ ബാധിച്ചത്. ചുമട്ടു തൊഴിലാളിയായ 63-കാരനാണ് അസുഖം ബാധിച്ചത്. ഇദ്ദേഹത്തെ ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്നിടത്താണ് ഇദ്ദേഹവും താമസിക്കുന്നത്. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. തിക്കോടിയിൽ കഴിഞ്ഞ ദിവസം അതിഥി തൊഴിലാളിക്ക് മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. മധ്യപ്രദേശ് സ്വദേശിയായ ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാർ ധൂർത്ത് നടത്തിയെന്ന് സൂചന നൽകുന്ന ധവളപത്രം പുറത്തിറക്കി വിജയ് സർക്കാർ. ആകെ 13.18 ലക്ഷം കോടി രൂപയുടെ കടം. ഓരോ കുട്ടിയും ജനിക്കുമ്പോൾ 1.28 ലക്ഷം രൂപയുടെ ബാധ്യത സ്റ്റാലിൻ ഉണ്ടാക്കിയത്. അതിനു മുമ്പത്തെ 60 വർഷത്തെക്കാൾ ബാധ്യതയെന്നും ധവളപത്രത്തിൽ. ബംഗാളിലെ തൃണമൂലിന് പിന്നാലെ മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് വിഭാഗവും പിളർപ്പിലേക്ക്. പാർട്ടി വിടാനൊരുങ്ങി 5 MP-മാർ. ചില MLA-മാരും ഏക്നാഥ് ഷിൻഡെയ്ക്കൊപ്പം പോയേക്കും. ഒരു പ്രശ്നവുമില്ലെന്ന് ഉദ്ധവ് പറയുമ്പോഴും വിമത നീക്കം അണിയറയിൽ സജീവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ലോക നേതാക്കളുടെ കൂടിക്കാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് 6:15 ഫ്രാൻസിൽ ഇവിയനിൽ. പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ മുഖ്യ ചർച്ചയാകും. വ്യാപാര കരാറും ചർച്ചയിൽ വിഷയമാകും. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളുടെയും സംയുക്ത വാർത്താ സമ്മേളനം. സമാധാന കരാറിന്റെ അവസാന നിമിഷത്തിൽ ഇടഞ്ഞ ഇസ്രായേലിനെതിരെ അമേരിക്ക. ബെഞ്ചമിൻ നെതന്യാഹു
ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്ന് ട്രംപ്. ലെബനനിലെ ആക്രമണം തുടരുന്നതിൽ അതൃപ്തി. ഇറാനും ഇസ്രായേലിനെതിരെ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. ആവേശത്തോടെ അർജന്റീനയിൽ തുടക്കം. ലോകകപ്പിൽ അൾജീരിയക്കെതിരെ ലയണൽ മെസ്സിയുടെ ഗോളിൽ അർജന്റീന മുന്നിൽ. 17-ാം മിനിറ്റിലാണ് മെസ്സിയുടെ തകർപ്പൻ ഫിനിഷ്. 6 ലോകകപ്പ് കളിക്കുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി മെസ്സി. ലോകകപ്പിലെ 14-ാമത്തെ ഗോളാണ് നേടിയത്. എൽദോ ചേർന്നുണ്ട്. എൽദോ, എങ്ങനെ വിശേഷിപ്പിക്കണം ആ 17-ാമത്തെ മിനിറ്റിലെ ഗോൾ? ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, അർജന്റീനയുടെ ആവേശകരമായിട്ടുള്ള മത്സരത്തിനായി കാത്തിരിക്കുകയാണ് ലോകം മുഴുവനുള്ള ആരാധകർ. നമുക്കറിയാം, കേരളം പോലുള്ള ഒരു സംസ്ഥാനം പോലും ഉറക്കമുണർന്ന രാവിലെ, ഒരുപക്ഷെ രാത്രിയിലത്തെ മത്സരങ്ങൾ ഒഴിവാക്കിയായിരിക്കണം രാവിലെ 6:30 തന്നെ എഴുന്നേൽക്കാൻ വേണ്ടി കാത്തിരുന്നത്. ആ കാത്തിരിപ്പ് മോശമായില്ല. തുടക്കം തന്നെ അതിഗംഭീരമായിരുന്നു അർജന്റീനയുടെ ഭാഗത്തു നിന്ന്. ആദ്യം തന്നെ ലയണൽ മെസ്സിയുടെ ഒരു ഗോൾ പിറക്കുന്നു. പന്ത് വലയിലെത്തുകയാണ് 5-ാം മിനിറ്റിൽ. പക്ഷേ ആർത്തു വിളിച്ചു സ്റ്റേഡിയം മുഴുവൻ, ഒരുപക്ഷെ ആ മത്സരം കണ്ട മുഴുവൻ ആരാധകരും. എന്നാൽ അത് ഓഫ് സൈഡ് ഫ്ലാഗ് ഉയർന്നിരുന്നു. അങ്ങനെ തുടക്കം തന്നെ കിടിലനാക്കി തന്നെ അർജന്റീന തുടങ്ങി. 5-ാം മിനിറ്റിൽ മനോഹരമായി ലയണൽ മെസ്സിയിലേക്ക് പന്തെത്തിക്കുകയാണ് അർജന്റീന. പതിവ് പോലെ നമ്മൾ കഴിഞ്ഞ ലോകകപ്പിൽ കണ്ടതാണ്, മെസ്സിയെ കേന്ദ്രീകരിച്ച് കളിക്കുന്ന ഒരു അർജന്റീന. ഇത്തവണ വളരെ കൃത്യമായി മെസ്സിയിലേക്ക് തന്നെ ഓരോ പന്തുകളും ഇങ്ങനെ ത്രൂ ആക്കി നൽകാനുള്ള ശ്രമം തന്നെ അർജന്റീനയുടെ മധ്യനിര നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇക്കുറിയും അത് തന്നെയാണ് കാൻസാസ് സിറ്റിയിൽ കണ്ടത്. പക്ഷെ അർജന്റീനയെ ഞെട്ടിച്ചുകൊണ്ടാണ് 7-ാം മിനിറ്റിൽ അൾജീരിയയുടെ ഒരു പന്ത് വലയിലേക്ക് എത്തുന്നത്. അത് ഫീൽഡ് റഫറി ആദ്യം ഗോൾ അനുവദിച്ചു എങ്കിൽ പോലും പിന്നീട് വീഡിയോ ചെക്കിങ്ങിൽ, വാർ റെഫറൻസിൽ അത് ഓഫ് സൈഡ് ആണെന്ന് നേരിയ വ്യത്യാസത്തിലാണ് ചൈബിയുടെ ആ പൊസിഷൻ അതൊരു ഓഫ് സൈഡ് പൊസിഷനായി മാറിയത്. അങ്ങനെ ഓഫ് സൈഡ് ഗോൾ വിളിച്ചു. അല്ലെങ്കിൽ അർജന്റീനയ്ക്കെതിരെ അൾജീരിയ ഒരുപക്ഷെ 1-0 ലീഡെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു എന്നാണെങ്കിലും, പക്ഷേ അത് ഓഫ് സൈഡ് വിളിച്ചതുകൊണ്ട് തന്നെ അർജന്റീന ആരാധകർക്ക് ആശ്വാസമായി. പിന്നീടാണ് ആ കളിയിൽ ഇതുവരെ കണ്ടതിൽ മൊമെന്റ്. 17-ാം മിനിറ്റ്, റോഡ്രിഗോ ഡീപോൾ, അർജന്റീനയുടെ ലയണൽ മെസ്സിയുടെ ഏറ്റവും പ്രിയപ്പെട്ടവൻ, പിന്നിൽ നിന്ന് അർജന്റീനയുടെ നായകനിലേക്ക് ലയണൽ മെസ്സിയിലേക്ക് പന്ത് നൽകുകയാണ്. ആ ബോക്സിന് പുറത്ത്, ആ ഡി കർവിന് പുറത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ലെഫ്റ്റ് ഫൂട്ടർ, ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. സിനദീൻ സിദാന്റെ മകനായിട്ടുള്ള ലൂക്ക് സിദാന് അൾജീരിയയുടെ ഗോൾ വലയം കാക്കുന്നത് ലൂക്ക് സിദാനാണ്. ലൂക്ക് സിദാനെ നിഷ്പ്രഭനാക്കിക്കൊണ്ട് മറ്റ് അൾജീരിയൻ പ്രതിരോധത്തെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാക്കിക്കൊണ്ട് ലയണൽ മെസ്സി തൻ്റെ 14-ാമത്തെ ഗോൾ സ്കോർ ചെയ്തു ലോകകപ്പിൽ. എംബപ്പെ ഇന്നലെ നടന്ന മത്സരത്തിൽ 2 ഗോൾ സ്കോർ ചെയ്തതോടുകൂടി എക്കാലത്തെയും ഗോൾ വെട്ടക്കാരുടെ പട്ടികയിൽ മെസ്സിയെ മറികടന്ന് എംബപ്പെ മുന്നേറിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ മെസ്സിയും 14 ഗോളുകളുമായി ഒപ്പത്തിനൊപ്പം എത്തിയിരിക്കുകയാണ്. ഇനി നമുക്കറിയാവുന്ന പോലെ മിറാസോ ക്ലോസയും മുള്ളറും ഒപ്പം റൊണാൾഡോയുമാണ് മുൻപന്തിയിലുള്ളത്. ഈ പട്ടിക എത്രത്തോളം മാറ്റമുണ്ടാകും ഈ ലോകകപ്പിന് ശേഷം എന്നാണ് അറിയേണ്ടത്. ഇനി മറ്റൊന്ന്, 6 ലോകകപ്പ് കളിക്കുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് ലയണൽ മെസ്സി ഇന്ന് സ്വന്തമാക്കി. 2006 ആദ്യമായി ഒരു പകരക്കാരൻ്റെ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയ ലയണൽ മെസ്സി ഇതാ ഒരു ലോക കിരീടവും ഇപ്പോൾ വീണ്ടും അർജന്റീനയുടെ നായകൻ എന്ന വേഷത്തിൽ വീണ്ടും എത്തുകയാണ്. മറ്റൊരു ലോകകപ്പിന് ആവേശത്തിലാണ് കേരളത്തിലെ ആരാധകർ, ആവേശത്തിലാണ് ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകർ ആവേശത്തിലാണ്. ഇങ്ങനെയൊരു തുടക്കം തന്നെയാണ് അർജന്റീന പ്രതീക്ഷിച്ചതും. മത്സരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം അർജന്റീനയുടെ കയ്യിൽ തന്നെയാണ്. ഏതാണ്ട് 60% ബോൾ പൊസഷനും അർജന്റീന കാത്തു സൂക്ഷിക്കുന്നു. ആദ്യത്തെ 30 മിനിറ്റ് പൂർത്തിയായപ്പോൾ നമ്മൾ ബോൾ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 65% അർജന്റീനയുടെ കാലുകളിൽ തന്നെയായിരുന്നു ആ ബോൾ പൊസിഷൻ എന്നുള്ളതാണ്. ഈ ഒരു മത്സരം അത് ആരാധകർ പ്രതീക്ഷിച്ച തുടക്കമാണ്. എന്താണെങ്കിലും ഖത്തറിൽ അർജന്റീന തോൽവിയോടുകൂടി തുടങ്ങിയത്. അന്ന് സൗദിക്കെതിരെ ഞെട്ടിക്കുന്ന തോൽവി വഴങ്ങി. ഇന്ന് അൾജീരിയ ആ ഗോൾ നേടി. പിന്നീട് വാർ റെഫറൻസിൽ അത് ഓഫ് സൈഡായി മാറിയത് ഒരു പക്ഷേ ചില ഓർമ്മകളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്ന് വേണം പറയാൻ. എന്താണെങ്കിലും ആ സാഹചര്യം ഉണ്ടായില്ല. അർജന്റീന ഇപ്പോൾ 1-0 ലീഡ് ചെയ്യുകയാണ്. കോഴിക്കോട് നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഹരി, എന്നാലും MS അനീഷ് കുമാർ കൂടി കോഴിക്കോട് നിന്ന് ചേരും. അനീഷിലേക്ക് തന്നെയാണ് പോകേണ്ടത്. പെട്ടെന്ന് എന്തോ ആ സൗദിയുടെ കളി കണ്ടപ്പോൾ 4 വർഷം മുമ്പ് പുറകിലോട്ട് ഓടിപ്പോയി. എന്നാലും നമ്മൾ കോഴിക്കോട് പുതിയ പാലത്ത് ബിഗ് സ്ക്രീനിൽ കളി കാണുന്നവരുടെ കൂടെ അനീഷ് ചേരുന്നുണ്ട്. ആ ആവേശം നോക്കിക്കുകയാണ്. അതുപോലെ എന്താണ് ഈ ദിവസത്തിന് വേണ്ടി അവർ കാത്തിരിക്കുന്നവർ. അനീഷ്, ഇപ്പോഴേ ആവേശമാണ്. 17-ാമത്തെ മിനിറ്റിലെ ആവേശം എങ്ങനെയായിരുന്നു? വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയുമോ ആ നിമിഷത്തെ? എൽദോ, ഇതിനേക്കാൾ വലിയൊരു തുടക്കം ഒരു അർജന്റീൻ ആരാധകന് ഈ ലോകകപ്പിൽ ലഭിക്കാനില്ല എന്ന് തന്നെ നമുക്ക്
പറയേണ്ടി വരും. കാരണം അദ്ദേഹം ഏറ്റവും അധികം ലോകകപ്പ് കളിക്കുന്ന താരമായി മെസ്സി മാറുമ്പോൾ മെസ്സിയുടെ ഗോളുകൾ കൂടി തന്നെ ഇന്നത്തെ ഈ കളിക്ക് ആരംഭം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ആദ്യം കളി തുടങ്ങി ഏതാണ്ട് 5 മിനിറ്റിലെത്തിയപ്പോൾ മെസ്സിയുടെ ആദ്യ ഗോൾ എന്ന ആരവത്തിലേക്ക് ഈ ചെറു മൈതാനം മാറിയതാണ്. പക്ഷെ പിന്നീട് ഓഫ് സൈഡ് വരുന്നു. ഇതിനുശേഷം അൾജീരിയയുടെ ഒരു മുന്നേറ്റം വരികയും അൾജീരിയക്ക് ആദ്യ ഗോൾ നേടിയെന്ന രീതിയിലേക്ക് വരികയും ചെയ്തു. സ്കോർ ബോർഡിൽ പോലും അൾജീരിയ 1 അർജന്റീന 0 എന്ന തരത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. അക്ഷരാർത്ഥത്തിൽ ഈ മിനി മൈതാനവും പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലായിരുന്നു. പക്ഷേ പിന്നീടാണ് വാറിലൂടെ അത് ഗോളല്ല എന്ന് കണ്ടെത്തിയത്. വലിയൊരു ആശ്വാസത്തിലേക്കാണ് ഈ കളിസ്ഥലം അല്ലെങ്കിൽ ഈ കളി കാണുന്ന സ്ഥലം മാറിയത്. പിന്നീടാണ് 17-ാം മിനിറ്റിൽ മധ്യനിരയിൽ നിന്നും പന്ത് സ്വീകരിച്ച മെസ്സി അൾജീരിയയുടെ ഗോൾ പോസ്റ്റിലേക്ക് നിറയൊഴിച്ചത്. ആഹ്ലാദ നൃത്തം ചവിട്ടുകയായിരുന്നു ഇവിടെയുള്ള അർജന്റീനൻ ആരാധകർ അല്ലെങ്കിൽ ഫുട്ബോൾ ആരാധകർ എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. നമുക്ക് കാണാം തിങ്ങി നിറഞ്ഞ ഒരു ഗാലറിയാണ്. സെവൻസ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു മത്സരത്തിന് എത്തുന്ന അതേ രീതിയിൽ തന്നെ ആളുകൾ എത്തുന്ന കാഴ്ച. മെസ്സി ഓരോ ഘട്ടത്തിലും പന്ത് കയ്യിൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ മെസ്സിയുടെ ഒരു ടച്ച് ലഭിക്കുമ്പോൾ ജനക്കൂട്ടം ആർത്ത് വിളിക്കുന്ന കാഴ്ച. ഏറ്റവും സമൂഹനമായ മുഹൂർത്തങ്ങളിൽ കൂടി തന്നെയാണ് ഈ അൾജീരിയ അർജന്റീന മത്സരം കടന്നു പോകുന്നത്. എന്തായാലും വലിയ സന്തോഷത്തിലാണ് ആരാധകർ. നമുക്ക് ആരാധകരുടെ സന്തോഷത്തിലേക്ക് കൂടി ഒന്ന് പോയി വരാം. നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയുണ്ട് ലോകകപ്പിന് ഇതിനേക്കാൾ നല്ലൊരു തുടക്കം കിട്ടാനില്ലായിരിക്കും അല്ലേ? ഉഷാറാണ്, ഭയങ്കര ഉഷാറ്. ആദ്യം ഒന്ന് പേടിച്ചോ? അൾജീരിയ ഒരു ഗോൾ അടിച്ചിട്ടുണ്ടോ? ഇല്ലേ, നമ്മളടിച്ച ഓഫ് സൈഡ് ആയതല്ലോ. മെസ്സിയുടെ ഫാനാണോ? പിന്നെ എന്തായാലും എങ്ങനെയുണ്ട് ഈ അർജന്റീന നന്നായി മുന്നോട്ട് പോകുന്നു. മെസ്സി തന്നെ അടിച്ച് ഉഷാറ് കളി, നല്ല എനർജറ്റിക് കളി, നല്ല കളിയാ. ഇതുവരെ കണ്ടത് നല്ല മികച്ച കളി. എങ്ങനെയുണ്ട് കളി? എങ്ങനെയുണ്ട്? നല്ല കളിയാണ്. മെസ്സി അടിച്ചപ്പോ സന്തോഷം തോന്നിയോ? ഓ, നല്ല സന്തോഷം തോന്നി. മെസ്സി തന്നെ അടിച്ചുകൊണ്ടാണ് സന്തോഷം വന്നത് ആദ്യ ഗോൾ അല്ലേ? ആ, നമുക്ക് കുറച്ചുകൂടെ മുതിർന്ന ആളുകളിലേക്കൊക്കെ പോകാം. ഇനി അനീഷ് അവിടെ തുടരുക. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോകണം. മത്സരം കട്ടകട്ടിയോടെ മുന്നോട്ട് പോവുകയാണ്. അൾജീരിയ മത്സരം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആരാധകർ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ സ്കോർ ബോർഡിൽ അർജന്റീന മുന്നോട്ട് നിൽക്കുമ്പോൾ അതിന്റെ ഗോൾ സ്കോററായി മിഷിഹ തന്നെ മുന്നിലെത്തുകയും ചെയ്യുന്നു. നമ്മൾ മറ്റു വാർത്തയിലേക്ക് പോകുന്നു. CMR ലെക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ED ഇന്ന് ചോദ്യം ചെയ്യും. രാവിലെ 10:30 കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാൻ സമൻസ് നൽകിയിരുന്നെങ്കിലും വീണ ഹാജരായിരുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ 2 ആഴ്ചത്തെ സാവകാശം അനുവദിക്കണമെന്ന വീണയുടെ ആവശ്യം തള്ളിക്കൊണ്ടാണ് ED വീണ്ടും സമൻസ് നൽകിയത്. കഴിഞ്ഞ 10 വർഷത്തെ ആസ്തി വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഹാജരാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. സേവനം നൽകാതെ CMRൽ നിന്ന് 2.78 കോടി കൈപ്പറ്റിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. CMRൽ നിന്ന് ലഭിച്ച പണത്തിന്റെ വിനിയോഗത്തിലടക്കം വീണയ്ക്ക് വ്യക്തത വരുത്തേണ്ടി വരും. ഇന്നലെ CMR MD ശരണസ് കർത്തയെയും JIS കർത്തയെയും ED ചോദ്യം ചെയ്തിരുന്നു. നവമിയുണ്ട് വിശദാംശങ്ങളുമായി. നവമി, ഒരു സംസ്ഥാനത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ഇന്ന് EDക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോകുന്ന സാക്ഷ്യം. വീണ 2 ആഴ്ചത്തെ സാവകാശം ചോദിച്ചിരുന്നു. ED നിഷ്കരണം അത് തള്ളിക്കളയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച അയച്ചിരുന്നു സമൻസ്. ആരോഗ്യ പ്രശ്നം കാരണം തള്ളിക്കളഞ്ഞു. ഇന്ന് വരുമ്പോഴേക്കും വീണ വെൽ പ്രിപ്പയർഡ് ആയിരിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. 2.78 കോടി അതെങ്ങനെ വിനിയോഗിച്ചു, എന്തിനു വിനിയോഗിച്ചു എന്നുൾപ്പെടെ ചോദ്യങ്ങൾക്ക് വ്യക്തത വരുത്തേണ്ടി വരും വീണ. ഹരി, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ 10:30 വീണ ടി, മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ EDക്ക് മുന്നിൽ ഹാജരാകുക. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് അയച്ചിരുന്നു. പക്ഷെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു വീണ അന്ന് ഹാജരാകാതിരുന്നത്. അതോടൊപ്പം തന്നെ ചില ചോദ്യങ്ങൾ, EDയുടെ ചില ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടുള്ള കാര്യങ്ങളും രേഖകളും എല്ലാം അഭിഭാഷകൻ മുഖേന EDക്ക് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിലൊക്കെ കൂടുതൽ വിശദീകരണം ചോദിച്ചറിയാനാണ് EDയുടെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ അതിനിർണായകമായി തീരുന്നത്. എന്തായാലും നേരത്തെ തന്നെ വീണയുടെ ഒരു മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി കോടതി മുഖേന അതിന്റെ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. നേരത്തെയാണ് വീണയുടെ റെയ്ഡിലായിരുന്നു വീണയുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ED പ്രധാനമായും ചോദിച്ചറിയുന്നത് CMRലുമായി എക്സാലോജിക്ക്, വീണയുടെ കമ്പനിയായ എക്സാലോജിക്കുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്, അവർ തമ്മിലുള്ള ഒരു സാമ്പത്തിക ഇടപാട് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന പോലെ 2.78 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകളാണ്. അത് വീണയുടെ അക്കൗണ്ടുകളിലേക്കും CMRന്റെ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലുമൊക്കെ ആയിട്ടാണ് ഈ പണം എത്തിയിരിക്കുന്നത്.
എന്ത് സർവീസ്, എന്ത് സേവനം നൽകിയാണ് CMR ലെക്സാലോജിക്കുമായിട്ട് ഇത്തരത്തിലുള്ളൊരു സാമ്പത്തിക ഇടപാട് നടത്തിയത് എന്നതാണ് പ്രധാനമായും ഇഡിക്ക് ചോദിച്ചറിയേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള ഈ ബാങ്കിലെ രേഖകളടക്കം ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ വീണയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ചില നിർണായകമായ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് ഇഡി തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ രേഖകളുമൊക്കെ നിർത്തിവെച്ചുള്ളൊരു ചോദ്യം ചെയ്യലായിരിക്കും ഇന്ന് നടക്കുക. എന്തായാലും ഏറെ നിർണായകമാണ്. വീണ ഇന്ന് വരും എന്ന് തന്നെയാണ് ഇതുവരെയും നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റ് അസൗകര്യങ്ങളൊന്നും തന്നെ വീണ പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇനി എത്ര നാൾ വീണയ്ക്ക് അങ്ങനെ ഇഡിക്ക് മുന്നിൽ വരാതിരിക്കാൻ കഴിയുമെന്നുള്ളതും ഏറെ നിർണായകമായ ചോദ്യമാണ്. കാരണം അന്വേഷണം ഹൈക്കോടതിയിലെ 2 ബെഞ്ചുകൾ, സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഇഡിയോട് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് വീണയ്ക്ക് എന്തായാലും ഇന്നത്തെ ചോദ്യം ചെയ്യല് എത്തിയേ മതിയാകൂ. അതോടൊപ്പം തന്നെ ഇന്നലെ ആയിരുന്നു CMRലെ മറ്റ് 2 പേരെ ചോദ്യം ചെയ്തത്. അതൊന്ന് ശരണസ് കർത്തേനെയും അതോടൊപ്പം തന്നെ ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ കർത്തേനെയാണ് ചോദ്യം ചെയ്തത്. അവരുടെ അക്കൗണ്ടിലേക്ക്, അതായത് അവരുടെ കമ്പനിയിലേക്കും ഇത്തരത്തിൽ എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്നും വീണയ്ക്ക് പണം പോയതായി കണ്ടെത്തിയിരുന്നു. അതെന്തിനാണ് അത്തരത്തിലുള്ള ഒരു പണം കൈമാറ്റം ചെയ്തതെന്നായിരുന്നു ഇന്നലെയുള്ള ചോദ്യം ചെയ്യൽ. അതോടൊപ്പം തന്നെ ശശിധരൻ കർത്തയുടെ മകളെയും ചോദ്യം ചെയ്തിരുന്നു. അങ്ങനെ അത്തരത്തിലുള്ള സമഗ്രമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് തന്നെയാണ് ഇഡി കടന്നിരിക്കുന്നത്. ഇന്നാണ് അതിൽ ഏറെ നിർണായകമായ വീണ ടിയെ ചോദ്യം ചെയ്യുന്നത്. ഇന്ന് വീണ 10:30 ഇഡി ഓഫീസിന് മുന്നിൽ ഹാജരാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. 2.78 കോടി രൂപ അത് എങ്ങനെ ചെലവഴിച്ചു എന്നത് സംബന്ധിച്ചും എന്താണ് അതിന് കൊടുത്ത സേവനം എന്നത് സംബന്ധിച്ചുമായിരിക്കും ഇഡി വീണയിൽ നിന്നും വിശദമായ വിവരങ്ങൾ തേടുക. നവമി തുടരുന്നു. മറ്റൊരു വാർത്തയിലും കൂടി പോകുന്നു. നടി ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ വനിതാ SI രേഷ്മ എന്നിവർക്കെതിരെ നടി അൻസിബ ഹസൻ നൽകിയ ഹർജിയിൽ ഇന്ന് പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കും. മൂവർക്കുമെതിരെ കേസെടുക്കണമെന്നായിരുന്നു അൻസിബയുടെ ഹർജി. തൃപ്പൂണിത്തുറ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇത് സംബന്ധിച്ച് പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുക. പരാതിയിൽ കഴമ്പില്ല എന്നും പോലീസിന് വീഴ്ച ലഭിച്ചിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടി തൃക്കാക്കര ACP നേരത്തെ കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. നാം ഈ റിപ്പോർട്ട് കമ്മീഷണർക്ക് നൽകിയിരുന്നത് അൻസിബ വളരെ വിഷമത്തോടു കൂടിയാണ് കണ്ടിരുന്നത്. പ്രത്യേകിച്ച് പരാതിയിൽ കഴമ്പില്ല എന്ന് പറയുമ്പോഴേക്കും അൻസിബയുടെ പരാതിയിൽ പ്രശ്നമൊന്നുമില്ല, രേഷ്മയ്ക്കെതിരെ വനിതാ SI രേഷ്മയ്ക്കെതിരെയും ലക്ഷ്മിപ്രിയയ്ക്കുമെതിരെയും ഒന്നും അതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് കോടതിയിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഒരു അനുകൂലമായ വിധി അൻസിബയ്ക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ നീങ്ങുന്നത്? നിലവിൽ പോലീസ് ഇതിൽ അന്വേഷിക്കുന്നത് ഇതിന് കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ടോ എന്നാണ്. പ്രത്യേകിച്ച് അൻസിബ ആരോപിക്കുന്നത് പോലെ ലക്ഷ്മിപ്രിയയിൽ നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന SI രേഷ്മയിൽ നിന്നും എന്ത് മോശം അനുഭവമാണ് അൻസിബയ്ക്ക് ഉണ്ടായതെന്നാണ്. അതിൽ കൃത്യമായിട്ടുള്ള ഒരു തെളിവ് ഹാജരാക്കാൻ അൻസിബയ്ക്ക് കഴിഞ്ഞില്ല. പകരം ഈ ലക്ഷ്മിപ്രിയ ആയിക്കോട്ടെ SIയുടെ ആയിക്കോട്ടെ അവരുടെ പക്കൽ കൃത്യമായിട്ടുള്ള തെളിവുകളുമുണ്ട്. ഈ ലക്ഷ്മിപ്രിയ തന്നെ പറയുന്നു അത് എത്ര സമയമാണ്, അതായത് 1.5 മണിക്കൂർ മാത്രമാണ് അന്ന് പോലീസ് സ്റ്റേഷനിൽ ഇവരെ ഇരുത്തിക്കൊണ്ട് SI രേഷ്മ സംസാരിച്ചത്. അതിനുശേഷം അവരുടേതായിട്ടുള്ള കൺസേണോട് കൂടി തന്നെയാണ് ആ പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പായതും. ആ ഒത്തുതീർപ്പായി എന്ന് പറയുന്നത് SI അവരുടെ മൊഴിയായി രേഖപ്പെടുത്തുകയും പിന്നീട് അവരെ വായിച്ച് കേൾപ്പിച്ച് ഒപ്പിട്ട് മടക്കിയതുമാണ്. പിന്നെ എന്തിനാണ് വീണ്ടും അൻസിബ ഇത്തരത്തിലുള്ള ആരോപണവുമായി വരുന്നത്? അതും ഇത്രയും വൈകി എന്തുകൊണ്ടാണ് ആരോപണം ഉന്നയിക്കുന്നത് എന്നതാണ് പ്രധാനമായും തൃക്കാക്കര ACP അന്വേഷിച്ചത്. ആ അന്വേഷണത്തിൽ തന്നെയാണ് ഈ പറയുന്ന പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തുകയും അതിന്റെ റിപ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായത്. പക്ഷേ അൻസിബ പറയുന്നത് തന്റെ മൗലികാവകാശത്തിന്റെ ലംഘനമായിരുന്നു, തന്നെ വളരെ മാനസികമായിട്ടുള്ളൊരു പീഡനം ആ സ്റ്റേഷനിൽ നിന്നും ഉണ്ടായി. പ്രത്യേകിച്ച് SI രേഷ്മ 3 മണിക്കൂറായിരുന്നു തന്നെ ചോദ്യം ചെയ്തത്. ഒപ്പം ഈ ലക്ഷ്മിപ്രിയയുടെ പരാതിയിൽ കഴമ്പില്ല എന്ന് പറയുന്നതിൽ പോലും കൃത്യതയില്ല, അതിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെന്നൊക്കെയാണ് അൻസിബ പറയുന്നത്. എന്തായാലും ഇന്ന് അൻസിബ കഴിഞ്ഞ ദിവസമാണ് കോടതിയെ സമീപിച്ചത്. ആ കോടതി കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ചപ്പോൾ പോലീസിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്, കമ്മീഷണർക്ക് കൈമാറിയ റിപ്പോർട്ട് പോലീസ് ഇന്ന് കോടതിയെ സമർപ്പിക്കും. അങ്ങനെയാണെങ്കിൽ അതിലുള്ളൊരു വാദമായിരിക്കും നടക്കുക. അതിനുശേഷം ഇന്നിപ്പോൾ സ്വാഭാവികമായും ഇതിന്റെ ഒരു അന്തിമ വിധിയൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ ഒരു വാദപ്രതിവാദം ഇന്ന് കോടതിയിൽ നടക്കുകയും ചെയ്യും. ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് SI രേഷ്മ എന്നിവരെ പ്രതിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അൻസിബ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പക്ഷെ പോലീസ് അതിൽ FIR പോലും രജിസ്റ്റർ ചെയ്യാത്തതിനെ അൻസിബ ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലൂടെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ടാഗ് ചെയ്തുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു. അതിൽ പ്രധാനമായും അൻസിബ പറയുന്നത് എങ്ങനെയാണ് FIR പോലും രജിസ്റ്റർ ചെയ്യാത്തൊരു കേസിൽ ആരോപണ വിധേയരായവരുടെ മൊഴിയെടുക്കുന്നത്, സാക്ഷികളുടെ മൊഴിയെടുക്കുന്നത്, അത് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് ശേഷം മാത്രമല്ല, അല്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമല്ലേ
മൊഴിയെടുപ്പും ചോദ്യം ചെയ്യലും ഒക്കെ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ അതിൽ പോലും ലംഘനമുണ്ടായി. ഒരു അന്വേഷണത്തിന്റെ പേരിൽ പ്രഹസനമാണ് നടക്കുന്നതെന്നാണ് അൻസിബ പറയുന്നത്. എന്തായാലും ടിനി ടോമിനെതിരായിട്ടുള്ള പരാതിയിലും ഇതുവരേക്കും പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. കഴിഞ്ഞ ദിവസമാണ് നീന കുറുപ്പിന്റെയും ശ്വേതാ മേനോന്റെയും ടിനി ടോമിന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. നവമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. PM ശ്രീ വിവാദം മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തേക്കും. LDF സർക്കാർ ഒപ്പിട്ട കരാറിന്റെ തുടർ നടപടികൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് സമ്മർദ്ദമുണ്ട്. കേന്ദ്രത്തിന്റെ നിലപാട് സംബന്ധിച്ച പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ വിശദീകരണമാകും മന്ത്രിസഭാ യോഗത്തിന് മുൻപാകെ വരിക. മന്ത്രിസഭ ചർച്ച ചെയ്ത ശേഷം രാഷ്ട്രീയ തീരുമാനത്തിനായി UDFന്റെ മുന്നിലെത്തും. നിയമവശങ്ങൾ കൂടി പരിശോധിച്ച ശേഷമാണ് സർക്കാർ PM ശ്രീയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. സൗജന്യ ബസ് യാത്രാ പദ്ധതിയായ പ്രിയദർശിനിയുടെ വിലയിരുത്തലും മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും. ഡാൻ കുര്യന്റെ വിശദാംശങ്ങളുമായി. ഡാൻ, കൃത്യമായി കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്നതാണ്. മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമാകുമെന്നതും പറഞ്ഞിരുന്നു. അതിൽ എന്ത് അപ്ഡേറ്റ് ആണ് പ്രതീക്ഷിക്കേണ്ടത്? കൂട്ടത്തിൽ പ്രിയദർശിനി പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അത് സർക്കാരിന് ഒരു വലിയ നഷ്ടത്തിലേക്ക് നീങ്ങുമോ എന്നുള്ള വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദം ശക്തമായിരിക്കുന്നതിന് പിന്നാലെയാണ് PM ശ്രീ വിഷയത്തിലെ തുടർ നടപടികൾ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ വിശദമായ ചർച്ച ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ നടക്കുക. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ആ നിലപാടായിരിക്കും, ആ വിശദീകരണമായിരിക്കും മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുക. നേരത്തെ കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നത്. ഒപ്പുവെച്ചതിന് ശേഷമുള്ള തുടർ നടപടികൾ വേഗത്തിലാക്കാനുള്ള സമ്മർദ്ദമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യത്തിലാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുകയെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ ഈ കരാർ ഒപ്പുവെക്കുന്ന സമയത്ത് അതിനെതിരെ വലിയ തരത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്ന UDFന്റെ നേതാക്കൾ, കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ നേതാക്കൾ ഈ ഒരു നിർണായകമായ ഘട്ടത്തിൽ ഈ ഒപ്പുവെച്ചതിന് ശേഷം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് തുടർ നീക്കങ്ങൾക്ക് വേണ്ടി സമ്മർദ്ദം ഏറുമ്പോൾ അതിനോട് ഏത് തരത്തിൽ പ്രതികരിക്കും എന്നതാണ് ഏറ്റവും കൗതുകമുണർത്തുന്ന കാര്യം. അതോടൊപ്പം പ്രിയദർശിനി പദ്ധതി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അധികമായി ഉണ്ടാകുന്ന ബാധ്യത അത് ഏത് തരത്തിലാണ് ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചർച്ച മന്ത്രിസഭാ യോഗത്തിലുണ്ടാകും. ശരി, വ്യക്തമാണ്. സംസ്ഥാനത്ത് 155 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ കനത്ത ജാഗ്രതയിൽ ആണ് ആരോഗ്യവകുപ്പ്. തിരുവനന്തപുരത്ത് 9 പേർക്കാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനതല ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനമെടുത്തു. പഞ്ചായത്ത് ജില്ലാ തലങ്ങളിൽ ഔട്ട്ബ്രേക്ക് മോണിറ്ററിംഗ് യൂണിറ്റുകളും ഇതിനോടൊപ്പം ഒരുക്കും. ഈ വർഷം പകർച്ചവ്യാധി വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ പുതിയ നീക്കം. ഡാന് ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറഞ്ഞാൽ പോലും ദിനം പ്രതി ഇങ്ങനെ ഒരു രോഗം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഒരു തരത്തിൽ ആശങ്കപ്പെടേണ്ട സിറ്റുവേഷൻ അല്ലേ? വയനാടിന് പുറമെ തിരുവനന്തപുരത്തും ഷിഗല്ല പടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു തരത്തിൽ, അതായത് പടർന്ന് പിടിക്കുകയല്ല, പക്ഷേ തിരുവനന്തപുരത്ത് 9 പേർക്കാണ് കഴിഞ്ഞ ദിവസത്തെ കണക്കനുസരിച്ച് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പകർച്ചവ്യാധി വ്യാപനം ഈ വർഷം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായ ഒരു നിയന്ത്രണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹൈപ്പവർ കമ്മിറ്റിക്ക് രൂപം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക്, സംസ്ഥാനതല ഹൈപ്പവർ കമ്മിറ്റിക്ക് രൂപം നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം പഞ്ചായത്ത് തലങ്ങളിലും ജില്ലാ തലങ്ങളിലും പ്രത്യേക സമിതികളെ രൂപീകരിക്കും ഇതുമായി ബന്ധപ്പെട്ട മേൽ നടപടികൾ സ്വീകരിക്കാൻ. കാരണം ഇനിയങ്ങ് മഴക്കാലമാണ്. പകർച്ചവ്യാധികൾ വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള സാഹചര്യമാണ്. അവിടെ ഏതൊക്കെ തരത്തിലായിരിക്കണം ഇടപെടലുകൾ, പരിസരം ശുചിയായി സൂക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് കൃത്യമായി ഈ മരുന്നുകൾ എത്തിക്കുക, അതോടൊപ്പം ഈ രോഗികൾക്ക് പരിചരണം ഉറപ്പാക്കുക, ഇത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ആരോഗ്യവകുപ്പിൻ്റെ കൃത്യമായൊരു മേൽനോട്ടം ഉണ്ടാകും. ഇതിങ്ങനെ പടർന്നു പിടിക്കുന്നത് ആശങ്ക പരത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇത് വരുതിയിൽ നിർത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ സംസ്ഥാനതല ഹൈപ്പവർ കമ്മിറ്റിക്ക് രൂപം നൽകിക്കൊണ്ട് തുടർ നടപടികൾ വേഗത്തിലാക്കാനുള്ള നീക്കം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ ശക്തമായ മുന്നേറ്റമാണ്. ഓരോ ദിവസം കഴിയുന്നതോറും ഷിഗല്ല ബാധിതരുടെ എണ്ണം കൂടുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ അത് പടർന്നു പിടിക്കുകയല്ല, പടരുകയാണ് എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യ പ്രകാരം മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഫിഫയുടെ ഒരു അപ്ഡേറ്റ് പറയാം. ഹാഫ് ടൈമായി അർജന്റീന 1-ൽ തന്നെ നിൽക്കുന്നു, അൾജീരിയ 0-ൽ നിൽക്കുകയാണ്. മെസ്സിയുടെ ഒരു ഗോളിൽ തന്നെയാണ് അർജന്റീനയുടെ മുന്നേറ്റവും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയുടെ ഭാഗമായാണ് ചർച്ച. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഇരു നേതാക്കളും അവസാനമായി കാണുന്നത്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറ്, പശ്ചിമേഷ്യൻ സംഘർഷം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ചയാകുമെന്നാണ് സൂചന.
അജയ് ഉണ്ട് വിശദാംശങ്ങളുമായി. അജയ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇരുവരും സാധാരണയായി കാണുമ്പോഴേക്കും ഒരുമിച്ച് കെട്ടിപ്പിടിക്കുന്ന ദൃശ്യങ്ങളുണ്ടാകും. പക്ഷെ അത് ഇത്തവണ കണ്ടില്ല. പിന്നെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇരുവരും ഒരുമിച്ചാണ് ഇരുന്നത്. എന്നാൽ പോലും അങ്ങനെ ഒരു സാഹചര്യം ഇന്നലെ കണ്ടു. നമ്മൾ 20 സെക്കൻഡ് ഒരു ഹസ്തദാനം കണ്ടിരുന്നതാണ്. പക്ഷേ വിഷയങ്ങൾ ചർച്ച ചെയ്യണമല്ലോ, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഒന്ന് താരിഫുമായിട്ട് ബന്ധപ്പെട്ടത്, ഒന്ന് പശ്ചിമേഷ്യൻ യുദ്ധം, പിന്നെ ഒന്ന് ഇന്ത്യൻ നാവികരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളെ കുറച്ച് വഷളാണ് സിറ്റുവേഷൻ. 16 മാസങ്ങൾക്ക് ശേഷം ഇരുവരും ഒരുമിച്ച് ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു അത്ഭുതകരമായ എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ? ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒന്നാണ് മോദിയും അതുപോലെ ട്രംപും കൂടിക്കാഴ്ച നടത്തുമ്പോഴുള്ള മോദി ട്രംപ് ഹഗ് എന്ന് പറയുന്നത്. അത് ലോക പ്രശസ്തം തന്നെയാണ്. എന്നാൽ അത്തരമൊരു ഹഗ് ഇന്നലെ ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഉണ്ടായിരുന്നില്ല. ഇന്നലെ പൊതുവായിട്ടുള്ള G7 രാഷ്ട്രങ്ങളിലുള്ള നേതാക്കളുടെ ചർച്ചയായിരുന്നു. ഇന്നലെ 2 തവണയാണ് ഇരു രാഷ്ട്ര നേതാക്കളും കണ്ടത്. ഒന്ന് പൊതുവായിട്ടുള്ള ചർച്ചകളുടെ ഘട്ടത്തിൽ, അപ്പോഴാണ് 2 രാഷ്ട്രങ്ങളിലെ നേതാക്കളും തമ്മിൽ ഒരു ഹസ്തദാനം ഉണ്ടായിരുന്നത്. പരസ്പരം കെട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ സമയം സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. ഇരു രാഷ്ട്ര നേതാക്കളും തമ്മിൽ ഹസ്തദാനം നൽകി. 20 സെക്കൻഡ് നീണ്ടുനിന്ന ഒരു ഹസ്തദാനമായിരുന്നു. പിന്നെ എല്ലാ രാഷ്ട്രങ്ങളിലെ നേതാക്കൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന വേളയിൽ ട്രംപും മോദിയും തമ്മിൽ അപ്പോഴും ഒരു ഹസ്തദാനം നടത്തിയിരുന്നു. അതായത് ട്രംപ് ആ ഒരു പോഡിയത്തിലോട്ട് കയറുന്ന സമയത്ത് മോദി കൈ നീട്ടുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ 2 തവണ മാത്രം ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയപ്പോഴൊന്നും തന്നെ മുൻപ് ഉണ്ടായതുപോലെയുള്ള ഊഷ്മളമായിട്ടുള്ള ഒരു സ്വീകരണം അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സ്നേഹപ്രകടനം ഒന്നും തന്നെ ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ്. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഇന്ന് ട്രംപും അതുപോലെ മോദിയും കൂടിക്കാഴ്ച നടത്തി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഇതിനു മുൻപേ 2 രാഷ്ട്രങ്ങളിലെ നേതാക്കൾ ചർച്ച നടത്തിയിരുന്നത്. അന്നാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്റെ ആദ്യഘട്ട ചർച്ചകൾ നടക്കുന്നത്. എന്നാൽ അതിനുശേഷം ഇരു രാജ്യങ്ങളിലെ ബന്ധത്തിൽ വലിയ തരത്തിലുള്ള ഉലച്ചിലുകൾ ഉണ്ടായി. ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചത് അമേരിക്കയാണ് എന്നുള്ള അവകാശവാദവുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇന്ത്യ ഇത് പല ആവർത്തി നിഷേധിച്ചതാണ്. എന്നാൽ ട്രംപ് പിന്നീടും പല വേദികളിലും ഇപ്പോഴും ആ ഒരു വാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. അതുപോലെ തന്നെ ഇന്ത്യക്ക് മേൽ നിരവധി വലിയ തരത്തിലുള്ള താരിഫ് ട്രംപ് ചുമത്തുന്ന ഒരു നടപടിയിലേക്ക് കടന്നു. അത് വലിയ തരത്തിൽ ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കി. അതുപോലെ ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അമേരിക്കൻ ആക്രമണത്തിലാണ് 3 ഇന്ത്യക്കാർ കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടായി. ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വലിയൊരു ഉലച്ചിൽ സംഭവിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ന് ട്രംപും മോദിയും കൂടിക്കാഴ്ച നടത്തുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ പ്രധാനമായിട്ടും ചർച്ചയിൽ വരാൻ സാധ്യതയുണ്ട്. ആ ഒരു വ്യാപാര കരാർ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഈ കരാറിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ പശ്ചിമേഷ്യൻ സംഘർഷം, ഇന്നലെ നടന്ന എല്ലാ രാഷ്ട്രങ്ങളിലെ നേതാക്കളുടെ ചർച്ചയിലും മോദി ഈ ഒരു പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിലെ സമാധാന ശ്രമങ്ങളെ സ്വാഗതം ചെയ്ത് സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ പശ്ചിമേഷ്യൻ സംഘർഷം ഒരു ചർച്ചയാകാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട വിഷയവും ചർച്ചയാകാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം, അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ഊർജ്ജ ആവശ്യങ്ങൾക്കുള്ള എണ്ണ വിതരണം ഇന്ത്യയിലേക്ക് ഇറക്കുമതി അത് വർദ്ധിപ്പിക്കാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം അമേരിക്കയിൽ നിന്നുള്ള ഈ ഊർജ്ജ വിപണി അതിനെ പറ്റിയിട്ടും ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒരു ദീർഘകാലയളവിൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണ എത്തിക്കാൻ തന്നെയാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ ചർച്ചയിൽ ഉൾപ്പെടും എന്നാണ് സൂചന. വ്യക്തമാണ്. അജയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലെബനനിലെ ആക്രമണത്തിൽ ഇസ്രായേലിനെതിരെ കടുത്ത പ്രതികരണവുമായി ഇറാനും അമേരിക്കയും. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ സൈന്യം. ഇസ്രായേലിലെ സൈനിക നടപടിയിൽ താൻ സന്തുഷ്ടനല്ലെന്നും ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നും ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ഇന്നലെ മാത്രം മേഖലയിൽ 4 പേരാണ് കൊല്ലപ്പെട്ടത്. അജയ്, നെതന്യാഹു കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്ന് ട്രംപാണ് പറയുന്നത്. ട്രംപിൻ്റെ ഉത്തരവാദിത്തബോധം നമ്മൾ കുറച്ചധികം നാളുകളായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലും കൂടെ നിൽക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം JD വാൻസ് പറഞ്ഞൊരു കാര്യം, ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പുറത്തേക്ക് ട്രംപ് വിടുമെന്നുള്ളതായിരുന്നു. പക്ഷെ അല്ലാതെ തന്നെ അതിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നൊരു സാഹചര്യത്തിലേക്കും കൂടി ഉണ്ടായി. ഇതാണ് വിശദാംശം. ഈ സമാധാന കരാറിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള രേഖ അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇപ്പോഴും അണിയറയിൽ നിരവധി അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി കൂടുതൽ ശക്തമായ ഭാഷയിൽ വ്യക്തമാക്കുന്നത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാറിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിഷയമെന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്ക ഇറാൻ്റേതായിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള സ്വത്തുവകകൾ വിട്ടു നൽകണം. അതുപോലെ തന്നെ ലെബനിലുള്ള ഇസ്രായേൽ ആക്രമണം
ആക്രമണം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കണം. ഈ രണ്ട് വിഷയങ്ങളിൽ ഒരു ധാരണയാകാതെ സമാധാന കരാർ അന്തിമമാകില്ല എന്ന് തന്നെയാണ് അബ്ബാസ് അരക്ചി ഉറപ്പിച്ച് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ ഇപ്പോഴും ലെബനിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് US-നെ കൂടുതൽ കുഴപ്പിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ട്രംപ് ഇക്കാര്യത്തിലാണ് കഴിഞ്ഞ ദിവസത്തെ G7 രാഷ്ട്രങ്ങളുടെ കൂടിക്കാഴ്ചയിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ട്രംപ് പറയുന്നത് ഇസ്രായേലിന്റെ കടുത്ത ഭാഷയിൽ തന്നെ ട്രംപ് വിമർശിക്കുന്നുണ്ട്. ട്രംപ് പറയുന്നത് ഈ ഹിസ്ബുള്ളക്കെതിരെ ഈ ഇസ്രായേലിന് എന്തെങ്കിലും ആക്രമണം നടത്തണമെന്നുണ്ടായിരുന്നുവെങ്കിൽ അത്തരം സൈനിക നടപടികൾ നേരത്തെ തന്നെ പൂർത്തിയാക്കേണ്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് അത് US-ന്റെയും ഇറാന്റെയും സമാധാന കരാറിനെ പ്രതിസന്ധിയിലാക്കാൻ മാത്രമേ സഹായകരമാകുകയുള്ളൂ. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണമെന്നും ട്രംപ് ഇന്നലെ G7 രാഷ്ട്രങ്ങളുടെ ആ ഒരു മീറ്റിംഗിനിടെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഹിസ്ബുള്ളക്കെതിരെയുള്ള സൈനിക നടപടികൾ അത് സിറിയ നിയന്ത്രിക്കും. അതിൽ ഇസ്രായേൽ ഇടപെടേണ്ട കാര്യമില്ല. സിറിയയ്ക്ക് ഇക്കാര്യം വിട്ടുകൊടുക്കണം. സിറിയ ഇത് കുറച്ചുകൂടി മികച്ച രീതിയിൽ ഇക്കാര്യം കൈകാര്യം ചെയ്യുമെന്നും ഇപ്പോൾ ട്രംപ് പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് സിറിയ ഇക്കാര്യത്തിൽ ഇടപെടുകയാണെങ്കിൽ ഇറാന് വലിയ തരത്തിൽ പ്രശ്നമുണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയാൽ അത് ഇറാൻ ഈ സമാധാന കരാറിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇടയാക്കും എന്നത് ട്രംപിന്റെ വലിയൊരു ആശങ്കയാണ്. അപ്പോൾ അത് ട്രംപ് തീർച്ചയായിട്ടും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇറാന്റെ സൈന്യവും ഈ ഇസ്രായേൽ നടത്തുന്ന കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന. അജയാണ് വിശദാംശങ്ങൾ നൽകിയത്. ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പ്രായം ഒരു തടസ്സമല്ലെന്ന് വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇടപ്പള്ളി സ്വദേശി മഞ്ജുഷ. തൻ്റെ 50ാമത്തെ വയസ്സിൽ +2 പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുകയാണ് ഈ വീട്ടമ്മ. വിദ്യാഭ്യാസത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ടെന്നും ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും മനസ്സിലായതോടെയാണ് മഞ്ജുഷ പഠിക്കാൻ തീരുമാനിച്ചത്. അഭിഭാഷകയാകണമെന്നാണ് ഈ അമ്മയുടെ സ്വപ്നം. നവമിയുടെ റിപ്പോർട്ട്. സ്വപ്നങ്ങൾക്ക് പ്രായമില്ല, പഠനത്തിന് കാലാവധിയുമില്ല എന്ന് തെളിയിക്കുകയാണ് ഇടപ്പള്ളി സ്വദേശിയായ മഞ്ജുഷ. 50ാം വയസ്സിൽ ഇപ്പോൾ +2 പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. മഞ്ജുഷ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇത്രയും വൈകിയും ആ പഠിക്കാനുള്ളൊരു ത്വര അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ഇപ്പോഴും കെട്ടടങ്ങാതെ മനസ്സിലുള്ളത് എന്ന് തന്നെ കൂടുതൽ വിശദമായി ചോദിക്കാം. ചേച്ചി വലിയൊരു മാതൃകയാണ്, അല്ലെങ്കിൽ ഒരുപാട് വീട്ടമ്മമാർക്ക് ഇൻസ്പിറേഷനാണ് ഈ 50ാം വയസ്സിലും പഠിക്കുന്നു എന്ന് പറയുന്നത്. എന്താണ് ആ ഒരു ഇത്രയും വയസ്സായിട്ടും പഠനത്തിനോടുള്ള ഇത്രയും അതിയായ ആഗ്രഹം? പഠനത്തിന് അതിയായ ആഗ്രഹം തോന്നി ശരിക്കും നമ്മൾ ഒരുപാട് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്ത സമയത്തൊക്കെയാണ് നമുക്ക് പഠിത്തം ഒരു കുറവുണ്ട്, എഡ്യൂക്കേഷൻ്റെ ആവശ്യം ഒരാൾക്ക് അത്യാവശ്യമാണെന്ന് നമുക്ക് ഫീൽ ചെയ്തത്. പഠിക്കുന്ന സമയത്ത് ശരിക്കും അത്യാവശ്യം പഠിക്കുമായിരുന്നു. പക്ഷേ 10th ഒക്കെ ആയപ്പോഴത്തേക്കിന് മാരേജ്, ഫാമിലി, അമ്മ സ്ഥലത്തില്ലായിരുന്നു, അമ്മ പുറത്തായിരുന്നു. അച്ഛനും അച്ഛൻ്റെ അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. ഞങ്ങൾ 2 പെൺകുട്ടികളും ഒരാണുമാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് മുറച്ചെടുക്കാൻ ആയിട്ടുള്ള ഒരു ഏർലി മാരേജ് ആയിരുന്നു. പിന്നെ അതിനുശേഷം 3 മക്കളായി. അതിലൊരു മോന് ബൈ ബർത്ത് സ്പെഷ്യൽ ചൈൽഡാണ്. അപ്പോൾ അവരെ പഠിപ്പിക്കാനും പിന്നെ അവരുടെ ഒരു എന്താ പറയുക ലൈഫ് നോക്കി നമ്മൾ വീണ്ടും പഠിത്തത്തിലേക്കൊന്നും പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. പിന്നീട് ഞാൻ കുറച്ച് നാൾ അബ്രോഡായിരുന്നു. പിന്നെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ നാട്ടിൽ ജോലിക്കൊക്കെ ആണല്ലോ, ഓഫീസിലൊക്കെ എന്തെങ്കിലും ഒരു ജോബൊക്കെ നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു ജോബ് വേണമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള എഡ്യൂക്കേഷൻ വേണമല്ലോ. അപ്പോൾ ആ സമയത്താണ് അങ്ങനെ ഒരു ആഗ്രഹം. പിന്നെ ശരിക്കും പഠിക്കാനുള്ള സമയം കിട്ടിയതും അപ്പോഴാണ്. നാട്ടിൽ വന്നിട്ട് മോളുടെ മാരേജ് കഴിഞ്ഞു, മോൻ്റെ മാരേജ് കഴിഞ്ഞു. അപ്പോൾ കുറച്ചൊന്ന് ഫ്രീ ആയപ്പോഴാണ് നമുക്ക് പഠിക്കാൻ പോകാനൊരു സാഹചര്യം ഒത്തു വന്നത്. അപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചു. 10th ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു. പിന്നെ 10th എഴുതി, അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു. കളമശ്ശേരിയിലായിരുന്നു ഞങ്ങളുടെ സെൻറ്റർ വന്നത്. അവിടെ കോർഡിനേറ്റർമാരായിട്ടുള്ള രേണുക മിസ്സും ഒക്കെ അവർ നല്ല സപ്പോർട്ടാണ് എല്ലാവരും. അപ്പോൾ അങ്ങനെയാണ് പഠിത്തത്തിലേക്ക് വന്നത്. പിന്നെ അത് 10th കഴിഞ്ഞാൽ പിന്നെ +2 ആയി. +2 കഴിഞ്ഞപ്പം +1ൻ്റെ എക്സാം ജൂലൈ 4-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒന്നേ ഡിഗ്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്ലോമ ചെയ്യണമെന്നും LLBക്ക് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. വക്കീൽ കോട്ട് അണിയണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹമുണ്ട്. കാരണം ആഗ്രഹങ്ങളല്ലേ, അത് നമുക്കൊരിക്കലും മൂടി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണ് പഠനത്തിലേക്ക് വീണ്ടും. എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ്? കുറേ നാളുകൾക്ക് ശേഷം സ്കൂളിൽ വരുന്നു, കുറേ കൂട്ടുകാരെ കിട്ടുന്നു അല്ലേ? ശരിക്കും എല്ലാവരും എന്താ പറയുക, ഭയങ്കര നമ്മുടെ പഴയ കാലത്തെ കൂടെ തന്നെ എല്ലാവരും. കാരണം ഒരുപാട് ഏജുള്ള ആൾക്കാർ ഞങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പോൾ ഏതാണ്ട് 45
ഓളം കുട്ടികളുണ്ട്. എല്ലാവരും ഇതുപോലെ ജോലിയും കാര്യങ്ങളും ഒക്കെ ഫാമിലിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. എല്ലാവരും ഭയങ്കര സഹകരണവും എന്താ പറയുക, ഭയങ്കര ഒരു ഫീലിംഗ് ആണ്, ഒരു എക്സ്പീരിയൻസ് ശരിക്കും. അപ്പോൾ കുഞ്ഞിലെ ഒരു അഡ്വക്കേറ്റ് ആകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ, അതോ ഈ പഠനത്തിലേക്ക് വന്നതിന് ശേഷമാണോ? അഡ്വക്കേറ്റ് ആകണം എന്നൊന്നും ശരിക്കും അങ്ങനെയല്ല. എനിക്ക് പോലീസിലേക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ചെറുപ്പത്തിൽ ഞാൻ സ്പോർട്സിലൊക്കെ ശരിക്കും പങ്കെടുക്കുമായിരുന്നു. അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ അത് ഒന്നും നടന്നില്ല. പക്ഷെ ഇപ്പം ഇങ്ങനെ ആലോചിച്ച് ഇപ്പോൾ, കാരണം എൻ്റെ ഒരു ഏജ് ഉണ്ടല്ലോ, നമുക്കൊരു ഏജ് ലിമിറ്റ് ഉണ്ടല്ലോ പഠിത്തത്തിന്. അപ്പം LLBക്കേ ഉള്ളൂ ഏജ് ലിമിറ്റ് ഇല്ലാത്തതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ അല്ലെങ്കിൽ ഡിപ്ലോമ അങ്ങനെ. എങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു പഠനത്തിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത് വീണ്ടും പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ മെമ്മറിയിൽ പല കാര്യങ്ങളും നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ കോൺസെൻട്രേഷനൊക്കെ കിട്ടാറുണ്ടോ പഠിക്കുമ്പോൾ? അതുണ്ട്. നമുക്ക് അങ്ങനെ വലിയ കുഴപ്പം തോന്നിയിട്ടില്ല. നമുക്ക് അത് ടീച്ചേഴ്സായാലും നല്ലവണ്ണം നമുക്ക് നന്നായി മനസ്സിലാകുന്നതോടെ നല്ലവണ്ണം ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. അഥവാ ക്ലാസ്സില്ല, എനിക്കാണെങ്കിൽ ശരിക്കും ഒരുപാട് ക്ലാസ് മുടങ്ങിയിട്ടുണ്ട്. എനിക്ക് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂ, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, മോൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് ക്ലാസ് മുടങ്ങിയിട്ടുണ്ട്. അപ്പോഴെല്ലാം ടീച്ചേഴ്സ് നല്ലവണ്ണം നമുക്ക് നല്ലോണം സപ്പോർട്ട് തരുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് ആയാലും എല്ലാവരും. ഇപ്പം മക്കളൊക്കെ എന്താ പറയുന്നത്? അവർക്കെല്ലാം സന്തോഷമാണ്. മോൾക്കായാലും മോളുടെ ഹസ്ബൻഡ്, മോനും മോൻ്റെ വൈഫ്, എല്ലാവർക്കും. അവർക്ക് മോൻ്റെ വൈഫൊക്കെ നല്ല സപ്പോർട്ടാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. യെസ്, എന്തൊക്കെ വാർത്തകൾ ഇപ്പോൾ വന്നാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് അർജന്റീന അൾജീരിയ മത്സരം തന്നെയായിരിക്കും. അപ്പോൾ ഫുട്ബോൾ വാർത്തകൾ, അതിൻ്റെ അപ്ഡേറ്റുകളുമായിട്ട് എൽദോ എത്തും. രാവിലെ പൂർണ്ണമാകും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.